ഗൈസ്, ഞാനിന്ന് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് എബ്രോഡ് സ്റ്റഡീസ് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങളുടെ കരിയറിൻ്റെ ഫ്യൂച്ചർ ഒരിക്കലും ഒരു സ്റ്റഡി എബ്രോഡ് കൺസൾട്ടൻസിനെ ഏൽപ്പിക്കരുത്. നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ റിസർച്ച് നടത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ഏത് സ്റ്റഡി എബ്രോഡ് ഏജൻസിയെ സമീപിക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ട കോഴ്സോ അതൊക്കെ നിങ്ങൾ തിരഞ്ഞെടുത്തതിന് ശേഷം മാത്രം യൂണിവേഴ്സിറ്റി സെലക്ഷന് വേണ്ടി മാത്രം നിങ്ങൾ ഏജൻസിനെ കോൺടാക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്നൊരു സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. ഒരു കേരളത്തിലെ പ്രമുഖരായ ഒരു ഏജൻസി, അതായത് നല്ല രീതിയിൽ എല്ലാ കൊല്ലം 10,000, 2,000, 4,000 കണക്കിന് സ്റ്റുഡൻസ് ഓരോ കൺട്രീസിൽ പോകുന്ന ഒരു ഏജൻസിയാണ്. ഇവരൊരു സ്റ്റുഡൻറ്റിനെ പബ്ലിക് ഹെൽത്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ആ സ്റ്റുഡൻറ്റ് ഓൾറെഡി നാട്ടിൽ BSc നഴ്സിംഗ് കംപ്ലീറ്റഡ് ആണ്. സോ UK വന്നിട്ട് പബ്ലിക് മാസ്റ്റേഴ്സ്, MSc മാസ്റ്റേഴ്സ് ഇൻ പബ്ലിക് ഹെൽത്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ രജിസ്റ്റേർഡ് നേഴ്സ് സ്റ്റാറ്റസ് കിട്ടുമെന്ന് പറഞ്ഞ് പറ്റിച്ച് ഇനീഷ്യൽ ഡെപ്പോസിറ്റ് എല്ലാം പേ ചെയ്തു ഈ ജനുവരി ഇൻടേക്കിന് വേണ്ടിയിട്ട്. ആ സ്റ്റുഡൻറ്റ് എന്നിട്ട് ഇന്നലെ ഡൗട്ട് വന്നപ്പോൾ ഇന്നലെ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ ചോദിച്ചു, ചേട്ടാ അങ്ങനെ ചെയ്ത് കഴിഞ്ഞു, ബട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരിക്കലും പറ്റില്ല. അങ്ങനെ പബ്ലിക് ഹെൽത്ത് പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾക്കും ഇവിടെ രജിസ്റ്റേർഡ് നേഴ്സ് സ്റ്റാറ്റസ് കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ പറ്റിക്കപ്പെട്ടല്ലോ ഏജൻസി, ഞാൻ ഓൾറെഡി ആ ഏജൻസിയുടെ അടുത്ത് ഞാൻ ചോദിച്ചതാണ് ഇത് പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവർ തർക്കിച്ച് പറഞ്ഞു പോലും അത് പറ്റും, പബ്ലിക് ഹെൽത്ത് പഠിച്ചു കഴിഞ്ഞാൽ രജിസ്റ്റേർഡ് നേഴ്സ് സ്റ്റാറ്റസ് കിട്ടും, ഓൾറെഡി BSc നഴ്സിംഗ് അല്ലേ കഴിഞ്ഞതല്ലേ. പക്ഷെ ഒരിക്കലും ഞാൻ കിട്ടില്ല. കാരണം അത് കിട്ടണമെങ്കിൽ നിങ്ങൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ഇവിടെ രജിസ്റ്റേർഡ് നേഴ്സ് സ്റ്റാറ്റസ് കിട്ടാനുള്ള കോഴ്സ് ചെയ്യണം. അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ ഓരോ എക്സാംസ് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾക്ക് രജിസ്റ്റേർഡ് നേഴ്സ് സ്റ്റാറ്റസ് കിട്ടുള്ളൂ. അപ്പം ഞാൻ അവരത് പറഞ്ഞു, നിങ്ങൾ രാവിലെ തന്നെ ഏജൻസിയിൽ പോയി സംസാരിച്ചിട്ട് അവരെന്താ പറഞ്ഞ് നോക്കുന്നു പറഞ്ഞു. അവർ ഇന്ന് രാവിലെ ആ പ്രമുഖരായ ഏജൻസിൻ്റെ ഓഫീസിൽ ചെന്നു. അവർ ഹെഡ് ഓഫീസിലാണ് ചെന്നത്. അവിടെ ചെന്നിങ്ങനെ സംസാരിച്ചു. ഞാൻ അയച്ചു കൊടുത്ത അതേ വെബ്സൈറ്റും സ്ക്രീൻഷോട്ടൊക്കെ അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ തർക്കിച്ചുകൊണ്ടിരുന്നു. ട്രഡീഷൻ ഉണ്ട്, കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പബ്ലിക് ഹെൽത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്റ്റേർഡ് നേഴ്സ് സ്റ്റാറ്റസ് കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ലാസ്റ്റ് ഞാൻ കാണിച്ചു കൊടുത്ത വെബ്സൈറ്റും അതുപോലെ സ്ക്രീൻഷോട്ടൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ലാസ്റ്റ് അവർ തെറ്റൊരു സമ്മതിച്ച് തന്നു. അവർ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു, അതായത് സ്റ്റാറ്റസ് കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു റീഫണ്ട് ഓപ്ഷൻ അവർ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾ ഒരു ഏജൻസിക്കും കൊടുക്കരുത്. നിങ്ങൾ ഏത് കോഴ്സാണ് തിരഞ്ഞെടുക്കുന്നത്, ഏജൻസിക്ക് ആകെ ജസ്റ്റ് നിങ്ങൾ യൂണിവേഴ്സിറ്റി സെലക്ഷൻ മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ റിസർച്ച് നടത്തിയിട്ട് ഏത് കോഴ്സ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ സ്കോപ്പ് എന്തൊക്കെയാണ് അതൊക്കെ നിങ്ങൾ തീരുമാനിച്ചിട്ട് വേണം സെലക്ട് ചെയ്തിട്ട് അവരെ സമീപിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു റീഫണ്ടിന് അപേക്ഷിച്ചിട്ടുണ്ട്, കുറച്ച് ടൈം എടുക്കും. പക്ഷേ എന്തായാലും ആ സ്റ്റുഡൻറ്റിന് ഈ പുതിയ കോഴ്സ് എടുത്തിട്ട്, അതായത് MSc അഡൾട്ട് നഴ്സിംഗ് അത് ടോപ്പ് ലെവൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു രജിസ്റ്റേർഡ് നേഴ്സ് സ്റ്റാറ്റസ് കിട്ടും. അപ്പോൾ അതെന്തായാലും ഇനി ഇപ്പോൾ ജനുവരി ഇൻടേക്ക് ആ കുട്ടിക്ക് പറ്റില്ല. കാരണം ആ ഏജൻസി പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് ഇപ്പോൾ സമയം ഡെഡ് ലൈൻ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഇനി ആ കുട്ടിക്ക് എന്തെങ്കിലും സെപ്റ്റംബർ ഇൻടേക്കേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ റൈറ്റായിട്ട് ഒരു സ്റ്റഡി എബ്രോഡ്, അതായത് നിങ്ങൾ ഏത് കോഴ്സ് എടുക്കണം എന്നൊക്കെ നിങ്ങൾ കറക്റ്റ് തീരുമാനിച്ച ശേഷം മാത്രം കോൺടാക്ട് ചെയ്യുക. നമ്മളെ ഏജൻസി അറിയാലോ, ഇൻ്റലക്ട് സ്റ്റഡി എബ്രോഡ്. നിങ്ങൾ ഏത് കോഴ്സാണ് നിങ്ങൾക്ക് വേണ്ട വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നല്ല റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റീസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നമ്മൾ തരും. എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കും കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആരും ഇതിനെ പറ്റിക്കപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഞാൻ താഴത്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ്, ഇപ്പോൾ ആ കുട്ടി അങ്ങനെ ഡൗട്ട് വെച്ചപ്പോഴാണ് ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്തത്. അതുകൊണ്ട് ഇപ്പോൾ ആ കുട്ടീൻ്റെ ഭാവി എന്തായി ഞാൻ കാരണം ആ കുട്ടിക്ക് ഒരു കൊല്ലെങ്കിൽ ആ ഒരു കൊല്ലം കുട്ടിക്ക് പോയേനെ ഇവിടെ വന്ന് പബ്ലിക് ഹെൽത്ത് പഠിച്ച് കഴിഞ്ഞെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ കുട്ടീനെ സേവ് ചെയ്തു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ, എബ്രോഡ് സ്റ്റഡീസിനെ കുറിച്ച് ഡൗട്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കഴിഞ്ഞത്തോളം മാക്സിമം ഞാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. സീ യു ഗൈസ്, ബൈ.